അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള കുക്കുമ്പർ സാലഡ് റെസിപ്പി ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഡയറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഈ സാലഡ് കഴിക്കാൻ പറ്റുന്നതാണ്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു കുക്കുമ്പർ എടുക്കാം. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നല്ലപോലെ കട്ട് ചെയ്ത് കളഞ്ഞ് ക്ലീൻ ആക്കി എടുക്കാം ആദ്യം. ഹായ് ഓൾ, ഞാൻ ആദ്യം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാബുലസ് ബൈ ആദിയ കിരൺ. പറ്റാവുന്ന അത്രയും ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു ഫുൾ കുക്കുമ്പർ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് തൈര് വേണം. തൈര് ഞാനിവിടെ മുരളിയുടെ തൈര് എടുക്കുന്നത്. നിങ്ങൾക്ക് പുളിപ്പില്ലാത്ത കട്ടിയുള്ള ഏത് തൈരും എടുക്കാം. പിന്നെ തേൻ അല്ലെങ്കിൽ ഏതാണ്ട് ഇവിടെ ജാഗ്രി പൗഡർ ഞാൻ എടുക്കുന്നുണ്ട്. ഡയബറ്റിക് ഫ്രണ്ട്ലി ആണിത്. ഡയബിളിസ് എന്നൊരു കമ്പനിയുടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് തേൻ അല്ലെങ്കിൽ ഈ ജാഗ്രി പൗഡർ ആണെങ്കിലും എടുക്കാം. പിന്നെ കുറച്ച് കപ്പലണ്ടി ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് ടേസ്റ്റിനായിട്ട് നമ്മുടെ മിക്സ്ചർ ഇടുന്നതായിരിക്കും. ആദ്യം തന്നെ ഞാനിവിടെ തൈര് താണ്ട് കുറച്ച് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മിക്സ്ചർ, നട്ട്സ് കൂടുതലുള്ള കപ്പലണ്ടി കൂടുതലുള്ള മിക്സ്ചർ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ കുറച്ച് അധികം ഒന്നും ഇടുന്നില്ല, കുറച്ച് മിക്സ്ചർ ഇടുക. അതിലേക്ക് ഒരു പിടി കപ്പലണ്ടി വറുത്തത് തൊലി കളഞ്ഞത് അത് കുറച്ചിടുക. പിന്നെ കുറച്ച് തേനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജാഗറി പൗഡർ, ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ട്. അതിനകത്തപ്പം കലോറീസ് കാര്യങ്ങളൊക്കെ നല്ല കുറവായിരിക്കും. അപ്പോൾ ഞാൻ പക്ഷേ ഇവിടെ തേനാണ് ഇപ്പോൾ ഒഴിച്ചേക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് പോമഗ്രാനേറ്റും കൂടി ഇടുന്നുണ്ട്, മാതളക്ക. അപ്പോൾ മാതളക്ക ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സാലഡാണ് കേട്ടോ. വയറൊക്കെ നല്ല ഫില്ലാവും, ബോഡി കൂളിംഗ് ആണ്. അപ്പം ഞാനിത് മുഴുവനൊന്ന് തീർക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാനായിട്ട് മറക്കരുത്. തുടർന്നും നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.